ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ പലപ്പോഴും സൈഡിൽ ഒരു വാഹനം പാർക്ക് ചെയ്ത് കിടക്കുന്നു, അല്ലെങ്കിൽ സൈഡിലൂടെ ഒരു യാത്രക്കാരൻ നടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ വാഹനം ഓടിച്ചു വരുന്ന ഒരു ബിഗിനറിനറിയാം ആ ആളെ നമ്മുടെ വണ്ടി പോയി ഇടിക്കും, അല്ലെങ്കിൽ ആ വാഹനത്തെ നമ്മുടെ വണ്ടി പോയി ഇടിക്കും. പക്ഷെങ്കിൽ എന്ത് ചെയ്യും? എന്നിട്ടും ആ ആളിൻ്റെ അടുത്തോട്ട് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ അടുത്തോട്ട് വാഹനം ഓടിച്ചോടിച്ചു പോകുന്ന ഒരു രീതി പല ആൾക്കാരും ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്, സൈഡിൽ ഒരു വണ്ടിയോ ആളോ കിടന്നു കഴിഞ്ഞാൽ അവരെ തട്ടാതെ മാറിപ്പോകാനായിട്ട് എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല. ഒപ്പം തന്നെ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ ഇതുപോലെ സംഭവിക്കുന്ന മറ്റൊരു പ്രോബ്ലമാണ് വാഹനം റോഡിൽ വളഞ്ഞു തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോകുന്നൊരു സ്ഥിതി ഉണ്ടാകും. റോഡിൽ വാഹനം സ്റ്റഡി ആകില്ല. ഇതും ഡ്രൈവിങ്ങിലെ ഒരു പ്രോബ്ലമാണ്. അതിനുവേണ്ടി നിങ്ങൾ ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ചില ഡ്രൈവിംഗ് ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പതിവ് പോലെ ഈ വീഡിയോ ഉപകാരപ്പെടും. നല്ല തിരക്കുള്ള ഒരു റോഡിൽ അല്ലെങ്കിൽ ഒരു വില്ലേജ് റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ടെക്നിക്കുകൾ നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുക, നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം. ഒപ്പം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്ന ഈ ഒരു കാര്യം, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളും കൂടിയാണ്. കാരണം നമ്മളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുമ്പോൾ ഇതുപോലെ വാഹനങ്ങൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് കിടപ്പുണ്ടാവും. എതിരെ വാഹനങ്ങൾ വരാം, സൈഡിലൂടെ യാത്രക്കാർ നടന്നു പോകും. അപ്പം നമ്മുടെ വണ്ടി ഒരു കാരണവശാലും സൈഡിലുള്ള വണ്ടികളുടെ അടുത്തേക്കോ യാത്രക്കാരുടെ അടുത്തേക്കോ പോകാൻ പാടില്ല. ആ വാഹനവും അല്ലെങ്കിൽ സൈഡിലൂടെ യാത്രക്കാരുമായിട്ട് നമ്മളൊരു സ്പേസ് ഇടണം. നേരത്തെ നമ്മൾ അവരിൻ്റെ അടുത്തേക്ക് വരാതെ വാഹനത്തെ മാറ്റി കൊണ്ടുപോകാനായിട്ട് പഠിക്കണം. അപ്പോൾ അതിനൊരു തീരുമാനമെടുക്കാനാണ് ഒരുപാട് ബിഗിനേഴ്സിന് പ്രശ്നം. കാരണം തീരുമാനമെടുത്ത് വരുന്ന സമയത്ത് തന്നെ വണ്ടി എന്ത് ചെയ്യും? അടുത്തുള്ള ആളിൻ്റെ അടുത്തേക്ക് ചെല്ലും, അല്ലെങ്കിൽ അടുത്ത് പാർക്ക് ചെയ്ത് കിടക്കുന്ന വാഹനത്തിൻ്റെ അടുത്ത് വരും. എന്നിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് വെപ്രാളപ്പെട്ട് റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ സൈഡിലുള്ള വണ്ടിയെ തട്ടാം. സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ പോയി വാഹനം ഇടിക്കാനും ഇടിച്ചു വീഴാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു ട്രിക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിവിടെ വാഹനം എടുക്കുകയാണ്. ഇത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു വാഹനം അല്ലെങ്കിൽ ഒരാളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ വാഹനത്തെ മാറ്റാനായിട്ടുള്ള ഒരു ശ്രമം നടത്തണം. അപ്പം നേരത്തെ മാറ്റുന്ന സമയത്ത് പുറകിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പും വരുത്തണം. കാരണം പുറകിൽ നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ റോഡിൻ്റെ നടുക്കോട്ടായി കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്കാർ ഹോൺ അടിച്ച് ബുദ്ധിമുട്ടിക്കും. സൈഡിൽ വണ്ടിയും കിടപ്പുണ്ട്, യാത്രക്കാരും ഉണ്ടാകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? കൃത്യമായിട്ട് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ റൈറ്റ് സൈഡും സെൻറ്റർ മിററും കൃത്യമായിട്ട് വാഹനം ഓടിക്കുന്നതിനിടയിൽ ശ്രദ്ധിക്കുക. എന്നിട്ട് വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ നോക്കി, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുത്ത് ഇവിടെ വണ്ടി എടുത്തു. ഇവിടെ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം മുന്നിൽ കിടക്കുന്ന വാഹനവുമായിട്ട് എൻ്റെ വണ്ടി നല്ല ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഞാൻ ഇപ്പം തന്നെ ഇവിടുന്ന് വാഹനത്തെ മാറ്റി തുടങ്ങുകയാണ്, അല്ലാതെ അടുത്ത് ചെന്നിട്ടല്ല മാറ്റുന്നത്. നിങ്ങൾ നോക്കിക്കുക, ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഞാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം നിങ്ങൾ നോക്കുക, ഈ സെൻറ്റർ പോയിന്റിന് വെളിയിൽ കിടക്കുന്ന വാഹനം കാണുന്നത്. നിങ്ങൾ നോക്കിക്കുക, ഈ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ പോയിന്റിന് ഈ വെളിയിൽ കിടക്കുന്ന വാഹനങ്ങളെ നമ്മൾ കാണുന്നതെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ വണ്ടിയുടെ സൈഡിലുള്ള വണ്ടിയേലോ അല്ലെങ്കിൽ ആളെയോ തട്ടത്തില്ല. അപ്പം നമ്മൾ ഈ പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം? നേരത്തെ തന്നെ വാഹനത്തെ മാറ്റി തുടങ്ങുകയാണെങ്കിൽ ഇതേ സൈഡിൽ കിടക്കുന്ന വണ്ടികളെ തട്ടാതെ ഇതുപോലെ നമുക്ക് വാഹനം എടുത്തു പോകാനായിട്ട് കഴിയും. എന്നാൽ ഇത് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ കൃത്യമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടി അത്യാവശ്യം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ അവിടെ പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരാനും അതുപോലെ തന്നെ ക്ലച്ച് ഔട്ടാനും ഗിയർ ഡൗൺ ചെയ്യാനും പല ആൾക്കാർക്കും ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ നോക്കി, സെക്കൻഡിൽ നിന്ന് ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇട്ടു. ഇപ്പോൾ ഇവിടെ നിന്ന് എതിരെ ഒരു വണ്ടി വരുന്നു. എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട്. പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർക്കാണ്. കാരണം ഇറക്കം കൂടിയ റോഡ് ആയതുകൊണ്ടാണ് ഫുൾ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി സ്ലോ ചെയ്തത്. ഇനി ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്ത് ഞാനിങ്ങനെ പോവാണ്. ഇനി ഞാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അതിനുള്ള ഒരു ട്രിക്ക് നിങ്ങളെ കാണിച്ചാൽ, ഇപ്പം ഞാൻ ഇങ്ങനെ തേർഡ് ഗിയറിൽ പോവാണ്. ഇങ്ങനെ തേർഡ് ഗിയറിൽ പോകുന്നു. ഇനി ഇവിടെ മുന്നിൽ ഒരു വളവാണ്. പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഞാൻ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് മുന്നിലൊരു ആളെ കണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇവിടെ ഒരു ആളെ കണ്ടെന്ന് സങ്കല്പിക്കുക. ഇത് കുറച്ച്
മുന്നേ. അപ്പം ഞാൻ ചെയ്യേണ്ടത് കുറച്ച് നേരത്തെ തന്നെ റൈറ്റിലേക്ക് പിടിക്കണം. റൈറ്റിലേക്ക് പിടിച്ച് നമ്മളത് ആളുമായിട്ടൊരു ഡിസ്റ്റൻസ് ഇട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടേ ലെഫ്റ്റ് ചേരാവുള്ളൂ. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം. അതായത് മുന്നിൽ ഒരാളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് ചെന്ന് തിരിയരുത്. ഇപ്പോൾ അവിടെ ആ പോസ്റ്റിൻ്റെ അവിടെ ഒരാൾ നിൽക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറച്ച് നേരത്തെ റൈറ്റിലേക്ക് പിടിച്ച് ബ്രേക്കിലേക്ക് വന്നത് ഇങ്ങനെ മാറി, എന്നിട്ട് ആളെ കവർ ചെയ്ത് കയറിയതിന് ശേഷം മാത്രമേ ലെഫ്റ്റിലേക്ക് വരാവുള്ളൂ. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്നു, സൈഡിൽ ഒരു വണ്ടി ഇങ്ങനെ കിടക്കണം, നമ്മൾ തേർഡ് ഗിയറിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ ആ പോസ്റ്റിൻ്റെ അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. എന്ത് ചെയ്യണം, ഇവിടുന്ന് റൈറ്റ് പിടിച്ച് ഇങ്ങോട്ട് മാറുക, വാഹനത്തെ കവർ ചെയ്തതിന് ശേഷം ലെഫ്റ്റിലേക്ക് വരിക. ഈ കാര്യം ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഒരാൾ നടന്നു പോകുന്നു, ആളിൻ്റെ അടുത്തോട്ട് പോകരുത്, കുറച്ച് റൈറ്റ് മാറ്റുക, എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിലേക്ക് വരുന്നു. കണ്ടോ? അപ്പം നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ആളിൻ്റെ അടുത്തേക്ക് പോകത്തില്ല. നിങ്ങളിൽ പല ആൾക്കാരും എന്നാൽ വാഹനം ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആളിൻ്റെ അടുത്ത് വന്നിട്ട് വണ്ടി മാറ്റാൻ നോക്കും. ഒരിക്കലും ചെയ്യരുത്. വലിയ അപകടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഡ്രൈവിങ്ങിലുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ പല ആൾക്കാർക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഒരു ടൈമിൽ ഗിയർ ഡൗൺ ചെയ്യണോ അല്ലെങ്കിൽ വന്ന ഗിയർ തന്നെ പോയാൽ മതിയോ എന്നുള്ളൊരു ചിന്ത പല ആൾക്കാർക്കും വരാറുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു സിറ്റി പോലെയുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ ഓടിച്ചു വരുന്നു, എതിരെ കുറേ വണ്ടികൾ വരുന്നു, നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആകേണ്ട ഒരു സിറ്റുവേഷനാണ്. സൈഡിലൊരു വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന ഒരാൾ ഇതുപോലെ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു തിരക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും വരിക, വണ്ടി അങ്ങോട്ട് സ്ലോ ചെയ്യുക. സ്ലോ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. നല്ല തിരക്കായിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ ഡയറക്റ്റ് ഫസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക, എതിരെ വണ്ടി ഉണ്ടെങ്കിൽ ഫസ്റ്റിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് എന്ത് ചെയ്യണം, വണ്ടി അല്ലെങ്കിൽ സൈഡിൽ ആളുണ്ടെങ്കിൽ കുറച്ച് റൈറ്റിലേക്ക് പിടിച്ച് വാഹനത്തെ ഇങ്ങോട്ട് മാറ്റുക. ഇങ്ങോട്ട് മാറ്റി ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ വാഹനത്തെ കൺട്രോൾ ചെയ്ത് ഇതുപോലെ ഓടിക്കാനായിട്ട് ശ്രമിക്കണം. മനസ്സിലായോ? അവിടെ നമ്മൾ വന്ന ഗിയറിൽ ഒറ്റയടിക്ക് പോകാനായിട്ട് ശ്രമിക്കരുത്. ഒറ്റയടിക്ക് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വാഹനം നമുക്ക് മുന്നോട്ട് കയറി പോകുന്ന സമയത്ത് സൈഡിലുള്ള ആളെ തട്ടാനായിട്ടുള്ള ഒരു സാധ്യത, ഇടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ തന്നെ ഇവിടെ ഒരു ഉദാഹരണം നിങ്ങളെ കാണിക്കാം. ഞാൻ ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഒരു വണ്ടി കണ്ടു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്നിട്ട് കുറച്ച് നേരത്തെ തന്നെ നല്ലൊരു ഗ്യാപ്പ്, ഒരു വണ്ടി ഗ്യാപ്പെങ്കിലും നിങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഈ മുന്നിൽ കിടക്കുന്ന വണ്ടിയായിട്ട് ഞാൻ ഒരു വണ്ടി സ്പേസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡിലേക്ക് നേരത്തെ പിടിച്ച് ഇങ്ങോട്ട് വണ്ടി എടുക്കുന്നു, എന്നിട്ട് ഇവിടെ ചേർന്ന് ഈ സൈഡിൽ നല്ല സ്പേസ് ആണെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുന്നു. കണ്ടോ? അപ്പം മുന്നിലുള്ള ഒരു വാഹനം കിടക്കുന്ന ഒരു ആൾ കിടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളുടെ വണ്ടി പോലെ തന്നെ ഒരു വണ്ടി മുന്നിൽ കിടക്കുന്നു എന്ന് കരുതി ആ ഒരു ഗ്യാപ്പ് നമ്മൾ നേരത്തെ ആ ഒരു സ്പേസ് ഇട്ടിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ വാഹനത്തെ തിരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാറ്റാം. ഇനി നിങ്ങൾ വാഹനം റോഡിൽ ഓടിച്ചു പോകുമ്പോൾ ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ്, വാഹനം റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്ന ഒരു പ്രശ്നം, വളഞ്ഞു തിരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം. അത് എങ്ങനെയാണ് ഡ്രൈവിങ്ങിൽ മാറ്റാനായിട്ട് കഴിയുന്നത്? ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്, സ്റ്റിയറിങ്ങിന് പ്രാധാന്യം കൊടുക്കുക. അതായത് ഇടത് ചേർന്ന് ഓടിക്കാനായിട്ട് സ്റ്റിയറിങ്ങിന് പ്രാധാന്യം കൊടുക്കുക, എന്നിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം നിങ്ങൾ ഓടിക്കുമ്പോൾ ഇടത് തന്നെ ചേർന്ന് ഓടിക്കാനായിട്ട് കഴിയും. ഇപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയറിൽ എൻ്റെ വണ്ടി പോവാണ്. ഞാനിവിടെ സ്റ്റിയറിങ്ങിന് കൂടുതൽ പ്രാധാന്യം നൽകി ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് പോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു, എതിരെ വണ്ടികൾക്കൊക്കെ സൈഡ് കൊടുത്ത് ലെഫ്റ്റ് സൈഡിന് പ്രാധാന്യം നൽകിയാണ് പോകുന്നത്. ഇനി ഞാൻ ഇവിടെ ഒരു ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എനിക്ക് തേർഡിൽ പോകണം, ഇവിടെ മുന്നിലൊരു വളവുണ്ട്, എതിരെ ഒരു വണ്ടി വരുവാണ്. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിന് പ്രാധാന്യം നൽകി റോഡിൽ നോട്ടം കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് എൻ്റെ കൈ ഞാൻ ഇവിടെയാണ് പിടിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കി, എതിരെ ഒരു വണ്ടി വരുന്നുണ്ട്, ഞാൻ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുന്നുണ്ടോ, ഒരു കൈ കൊണ്ട് നമുക്കിത് ഇതുപോലെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാം. ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഇപ്പോൾ തേർഡിൽ നിന്നൊന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബാലൻസ് ചെയ്തിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. കണ്ടോ? അപ്പം നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ വാഹനം റോഡിൽ സ്റ്റഡി ആകും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. ഇനി നിങ്ങൾക്ക് ഒറ്റ കൈ കൊണ്ടുള്ള ഈ ഒരു ബാലൻസ് തുടക്കത്തിൽ കിട്ടത്തില്ല, അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. എന്നാൽ ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ കഴിയും. അതായത് ഒറ്റ കൈ കൊണ്ട് തന്നെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും, ഇടത് ചേർന്ന്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ട്രിക്കാണ്. അതായത് നിങ്ങൾ സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെ കൈ പിടിക്കണം, ഇങ്ങനെ കൈ പിടിക്കുക. എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കൈ എടുത്ത് ലിവറിലേക്ക് വെക്കുക, ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, സിംഗിൾ ഹാൻഡ് കൊണ്ട് ഡ്രൈവ് ചെയ്യുക. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഞാൻ സിംഗിൾ ഹാൻഡ് കൊണ്ട് ഡ്രൈവ് ചെയ്യണം. അപ്പം നമുക്ക് സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് ബാലൻസ്
ബാലൻസ് ലഭിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിംഗിൾ ഹാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വലത്തെ കൈയാണ് കൂടുതലും സ്റ്റിയറിങ്ങിനെ തിരിക്കാനായിട്ട് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നത്. ഇടത്തെ കൈ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സപ്പോർട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇപ്പോൾ തന്നെ ഇവിടെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാൻ ഇവിടെ നോക്കുക വലത്തെ സൈഡിലേക്ക് തിരിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇടത്തെ സൈഡിലേക്ക് തിരിക്കുന്നു. അപ്പോൾ ഇവിടെയെല്ലാം കൂടുതലായിട്ടുള്ള ഒരു യൂസ് വരുന്നത് വലത്തെ കൈക്കാണ്. കാരണം വലത്തെ കൈ കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത്, നല്ല രീതിയിലുള്ള ബാലൻസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലത്തെ കൈയിനെ കൂടുതൽ നമ്മൾ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ബാലൻസ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ വലത്തെ കൈ പ്രോപ്പറായിട്ട് ഈ നമ്മുടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് ഇടത് ചേർന്ന് പോകാനായിട്ടുള്ള ഒരു ഐഡിയ നല്ല രീതിയിൽ നമ്മുടെ കൈക്കൊരു ബാലൻസ് ലഭിക്കും. ഈ ബാലൻസ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് ഗിയർ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നോക്കുക സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യാണ്, നമുക്ക് പെട്ടെന്ന് ഗിയർ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു, വീണ്ടും ഫസ്റ്റ് കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു, കണ്ടോ, എന്നിട്ട് ഇവിടെ വീണ്ടും ഞാനത് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു, കണ്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗിയർ ഇട്ടുകൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാം. വീണ്ടും നിങ്ങൾ അടുത്തൊരു ഗിയർ ഇട്ട് കാണിക്കും, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് കൊടുക്കുന്നു, കണ്ടോ. സിംഗിൾ ഹാൻഡ് കൊണ്ട് ബാലൻസ് ചെയ്യുന്നുണ്ടോ, അതായത് നമുക്ക് ഗിയർ കൊടുക്കാൻ പറ്റി, അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിനെയും ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കണ്ടോ. ഇനി അടുത്തൊരു ഗിയർ കൊടുത്ത് കാണിക്കും, നിങ്ങൾ നോക്കി ലെഫ്റ്റ് ഗിയർന്ന് പോകുന്നു, തേർഡ് കൊടുക്കുന്നു, കണ്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ സിംഗിൾ ഹാൻഡിൻ്റെ ഒരു രീതി ഡ്രൈവിങ്ങിൽ നിങ്ങൾ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിച്ചെടുക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അത്യാവശ്യം തിരക്കില്ലാത്ത സമയത്ത്, പ്രത്യേകിച്ച് നമുക്ക് രാവിലെയൊക്കെ വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, രാവിലെ നിങ്ങൾ വാഹനം ഓടിക്കാൻ അറിയാവുന്ന ഒരാളെ കൂടെ കൂട്ടത്തിലിരുത്തിയിട്ട് അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു ഏരിയയിലേക്ക് ചെല്ലുക, അത്യാവശ്യം വീതിയുള്ള റോഡിലേക്ക് ചെല്ലുക, എന്നിട്ട് എല്ലാ ഗിയറും ഇട്ട് ഓടിക്കുക, സിംഗിൾ ഹാൻഡ് വെച്ച് കുറേ സമയം നിങ്ങൾ ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡ്രൈവിങ് വല്ലാത്തൊരു കോൺഫിഡൻസ് കിട്ടും, സ്റ്റിയറിംഗ് ബാലൻസ് ഉറപ്പായിട്ട് ലഭിക്കും. അപ്പോൾ സിംഗിൾ ഹാൻഡ് വെച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി നമ്മൾ കുറേ ഒന്ന് ബാലൻസ് ആയി കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് കൈകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്നൊരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.